ചേർത്തല കൊക്കോതമംഗലം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ശതാബ്ദി സമാപന ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ശതാബ്ദി സമാപനാഘോഷം, 101ാമത് സ്കൂൾ വാർഷികാഘോഷം, യാത്രയയപ്പ് സമ്മേളനം, പ്രീ പ്രൈമറി സ്കൂൾ ഉദ്ഘാടനം, സൗരോർജ്ജ പദ്ധതി ഉദ്ഘാടനം, അവാർഡ് ദാനം എന്നിവ നടന്നു. സെന്റിനറി മെമ്മോറിയൽ പ്രീ പ്രൈമറി സ്കൂൾ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്രഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ആന്റണി ഇരവിമംഗലം അധ്യക്ഷനായി. സിനി ആർട്ടിസ്റ്റ് കോബ്ര രാജേഷ് സുവനീർ പ്രകാശനവും തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല സൗരോർജ്ജ പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ തോമസ് നങ്ങേലിമാലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സാനുമോൻ ജോർജ് വിരമിച്ച അധ്യാപകരെ ആദരിച്ചു. ചേർത്തല DEO AK പ്രദീപ് KAS, ജനപ്രതിനിധികളായ മാത്യു കൊല്ലേലിൽ, സ്വപ്ന മനോജ്, ഷാജിമോൻ KB, VP ബിറു എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. സ്ത്രീകൾ എഴുതി പരിശോധിച്ചു ഈ കാര്യങ്ങൾ പൈസ കൊടുക്കുന്നു, വൃത്തികെട്ടോ എത്ര വീടുകൾ നശിപ്പിച്ചവന് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് പോകുന്നൊരു മനോഭാവം ആ ആശുപത്രിയോട് ഇന്ത്യയിലെ സുരേഷിനെ കണ്ടിട്ട് അങ്ങനെ എടുക്കണമെന്ന് വിചാരിക്കത്തില്ല. പക്ഷെ അതൊരു വളരെ ഗംഭീരമായ വേഷമായിരുന്നു. അതാണ് നടൻ്റെ ഗുണം. അപ്പോൾ അതുകൊണ്ട് സുരേഷിലേക്ക് ആരെയും നിങ്ങൾ കാണരുത്. അദ്ദേഹത്തിന് നന്മ തന്നെയാണ്. അതിൽ വീണ്ടും വീണ്ടും അങ്ങനത്തെ നല്ല നമ്മുടെ മനസ്സിൽ പതിയാൻ വരുന്ന വേഷം ചെയ്യാൻ സുരേഷിന് കഴിയട്ടെ. ഇന്ന് വിളിക്കുന്ന ഏതിൽ ഓരോ വ്യക്തി മനസ്സുകൊണ്ട് തന്നെ പ്രണയിക്കുന്നു. ഇപ്പോൾ ഈ ചടങ്ങ് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ വല്ലാത്തൊരു ലോകത്ത് ജീവിച്ചു പോവുകയാണ്. എങ്ങനെയാണ് മനുഷ്യൻ അടുക്കുക എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ മനുഷ്യനെ അകരണം എന്നൊരവസ്ഥയിലേക്ക് എങ്ങനെയാണോ കാലം വരുന്നത്. പക്ഷേ എല്ലാത്തിൻ്റെ കുഴപ്പമായിരിക്കാം. അങ്ങനെ ഈ രീതിയിൽ അടുത്ത തലമുറ ഏറ്റവും സന്തോഷം തരും. ഇനിയും ഇപ്പോൾ 101 പിറന്നാൾ പ്രമാണിച്ച് പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു അല്ലേ എന്ന് പറയുമ്പോൾ തന്നെ സുഖമാണ്. ഇത് ഇല്ലാണ്ടാകുന്നില്ല, ഇതിനെയും തുടരുന്നുള്ളൊരു വിശ്വാസമാണ്. അല്ലാണ്ട് എനിക്ക് ശേഷം പ്രളയം പിന്നൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന അവസ്ഥയല്ല. ഇനി ഉണ്ടാകുക എന്നുള്ളത്. അതുമാത്രമല്ല, സൗരോർജ്ജത്തിൽ നിന്ന് നമ്മൾ വീണ്ടും വെളിച്ചം ഉണ്ടാക്കി എടുക്കുന്നു. സൂര്യനിൽ നിന്ന് എത്ര നമ്മൾ എടുത്താലും ബാക്കി അവിടെ ഉണ്ടാവും.